ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ പഠനത്തിൻ്റെ വെക്കേഷൻ ടൈമിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ജർമ്മനിക്ക് പോയി. അവിടെ ഞങ്ങളെ സ്വീകരിക്കുകയും സന്തോഷപൂർവം ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരികയും ചെയ്തത് ആ നാട്ടുകാരനായ, ഞങ്ങൾ വളരെ സ്നേഹത്തോടെ അപ്പാപ്പി എന്ന് വിളിക്കുന്ന മൈസ് എന്നൊരു ജർമ്മൻകാരനാണ്. ഞങ്ങളെ ആദ്യമായി കണ്ടപ്പോൾ മുതൽ വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറുകയും ഞങ്ങൾക്ക് പ്രാഥമികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 10-20 ദിവസം ഞങ്ങളെ ഫ്രീ ആയി താമസിപ്പിക്കുകയും ഒക്കെ ചെയ്ത ആ അപ്പാപ്പൻ എല്ലാ മനുഷ്യരോടും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ച് വർത്തമാനം പറയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയെപ്പറ്റി ഞങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഞാനൊരല്പം ഡിഫറൻ്റായി ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. എൻ്റെ ലൈഫ് സ്റ്റൈലിനെ PPL എന്ന് പറയും, അതായത് പ്രീ പാരഡൈസ് ലൈഫ്. ഒരാൾ മരിച്ച് സ്വർഗത്തിലെത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന എല്ലാ സന്തോഷവും എല്ലാ സമാധാനവും സഭ പഠിപ്പിക്കുന്നതും താൻ വിശ്വസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ആരംഭിച്ച് അതനുസരിച്ച് ജീവിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് സ്വർഗീയ ജീവിതത്തിൻ്റെ ഒരു മുന്നാസ്വാദനം ഈ ഭൂമിയിൽ അദ്ദേഹം നടത്തുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷവും സമാധാനവും നമ്മൾ കണ്ടെത്തുന്ന എല്ലാ നന്മ പ്രവൃത്തികളുമൊക്കെയാണ് സ്വർഗത്തിൽ ഈ സന്തോഷവും ഈ സമാധാനവും അനുഭവിക്കാൻ വേണ്ടി നമുക്ക് കാരണമായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവൃത്തികൾക്കനുസൃതമായിട്ടുള്ള ഒരു വിധി നമുക്ക് ലഭിക്കുമെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ സന്തോഷവും സമാധാനവും കണ്ടെത്തിക്കൊണ്ട് നല്ല നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ കരുതി വയ്ക്കുവാനായിട്ട് ഈ ഞായറാഴ്ചത്തെ വായനയിലൂടെ തിരുസഭ നമ്മെ ക്ഷണിക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ നല്ല ഫലങ്ങൾ തേടുന്ന 7 ഞായറാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയായിരുന്നു. കൈത്താക്കാലത്തിലെ 7 ഞായറാഴ്ചകൾ. അവസാന ഞായറാഴ്ച എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങൾ കൊണ്ട് എത്ര നല്ല ഫലങ്ങൾ നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുമെന്നും ആ ഫലങ്ങൾ വഴിയായിട്ട് സ്വർഗത്തിലേക്ക് യഥാർത്ഥ നിക്ഷേപങ്ങൾ നമ്മൾ കരുതി വെക്കണമെന്നും ഈശോനാഥൻ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലൂടെ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈശോ പറയുന്നു, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം. നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ നിങ്ങൾ കരുതി വയ്ക്കുവിൻ, കാരണം അവിടെ അത് കള്ളന്മാർ മോഷ്ടിക്കുകയോ ചിതലരിക്കുകയോ നശിപ്പിക്കപ്പെടുകയില്ല. യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ഈ ഭൂമിയിൽ കണ്ടെത്തി അത് സ്വർഗീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാക്കി തീർക്കുവാനായിട്ട് തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഈ ഞായറാഴ്ചത്തെ 1-ാമത്തെ വായന എടുത്തിരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ തിന്മ ചെയ്ത് അനീതി പ്രവർത്തിക്കുന്ന ജനതകളെ നശിപ്പിക്കുവാനായിട്ട് ദൈവം തീരുമാനിക്കുകയും വലിയ ഒരു വെള്ളപ്പൊക്കം ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ദൈവം മനസ്സാകുകയും ചെയ്യും. ഒരു ജനതയെ അവിടുന്ന് പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയാണ്. അതിന് നോഹയിലൂടെ ആഹ്വാനം ചെയ്യുമ്പോൾ നോഹയും കുടുംബവും മാത്രം പെട്ടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേക ജനതയെ ദൈവം വാർത്തെടുക്കുകയാണ്. 2-ാമത്തെ വായനയിലേക്ക് നാം വരുമ്പോൾ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായമാണ്. അവിടെ ദൈവം പറയുകയാണ്, ഞാൻ അവരുടെ ദൈവവും അവരെൻ്റെ ജനവുമായി തീരും. അവർക്ക് വേണ്ടി ഞാൻ കൂടുതൽ നന്മകൾ നൽകും. അവർ എന്നോട് ചേർന്ന് നിൽക്കും. എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ജനതയെയും ഞാൻ സംരക്ഷിച്ച് എൻ്റെ ഉള്ളം കൈയിൽ അവരെ ഞാൻ ചേർത്ത് പിടിക്കുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ ലേഖനത്തിലേക്ക് വരുമ്പോൾ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്തിനാണ് മാത്സര്യവും വഴക്കുമൊക്കെ ഉണ്ടാകുന്നത്? നിങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചും ജീവിക്കുവിൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ അധ്വാനിക്കേണ്ടത് സ്വർഗീയ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും ലോകത്തെയും ദൈവത്തെയും നമുക്ക് ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ലെന്ന് യാക്കോബ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നു, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടുതൽ ദൈവസ്നേഹത്തിൽ സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുവിൻ.
അതുതന്നെയാണ് സുവിശേഷത്തിലും ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. ഒരുവന് ദൈവത്തെയും മാമ്മോനെയും ഒരുപോലെ സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾക്ക് 2 യജമാനന്മാരുണ്ടാകരുത്. ഒരു യജമാനാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അത് നിങ്ങളുടെ ദൈവമായ കർത്താവായിരിക്കണമെന്ന് ഈശോ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, സഹോദരങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട്, സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് നൽകുവാനായിട്ട് സ്വയം പുറപ്പെടുവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ നന്മ ചെയ്ത് നമ്മൾ സമ്പാദിക്കുന്ന ഈ ഫലങ്ങൾ സ്വർഗത്തിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് സ്വർഗീയ ജീവിതം ഏറ്റവും ആനന്ദപരമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആ ജർമ്മൻകാരനായ മൈസപ്പാപ്പൻ പറഞ്ഞതുപോലെ സ്വർഗീയ സന്തോഷം ഈ ഭൂമിയിൽ തന്നെ ആരംഭിച്ച് അതനുഭവിച്ച് സ്നേഹത്തോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. കാരണം യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ലെന്ന്. അപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്യുവാനും അവരെ സ്നേഹിക്കുവാനും ഒക്കെ സാധിക്കുമ്പോഴാണ് സ്വർഗത്തിൽ യഥാർത്ഥ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ട്, ഈ ചെറിയ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്, ദൈവത്തോടുള്ള ജീവിതമാണ്. അങ്ങനെ ദൈവത്തോടുള്ള ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ക്രിസ്തു നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും ചുറ്റുമുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും കൂടി പ്രവർത്തിക്കുവാനായിട്ട് നമ്മൾ മനസ്സാകുമ്പോഴാണ് ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അതിനായിട്ട് കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ നന്മകൾ ചെയ്യുന്ന വിശുദ്ധിയുള്ള ജനമായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ച് വളർത്തട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.